ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നാട്ടിൽ നിന്ന് അപ്പനും അമ്മയും വരുന്ന ദിവസം. ഞാൻ ഡബ്ലിൻ എയർപോർട്ടിൽ അവരെയും കാത്തിരിക്കുകയാണ്. വെയിറ്റിംഗ് ടൈമിൽ ഞാൻ ഇൻസോംനിയിൽ നിന്ന് ഒരു കോഫിയൊക്കെ മേടിച്ച് ജസ്റ്റ് ഇങ്ങനെ കുടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നോക്കിയപ്പം ഖത്തർ എയർവേയ്സ് 1.5 hour ഡിലേ ആണ് കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഐ വാസ് സോ എക്സൈറ്റഡ്. ആൻഡ് ഞാനാണെങ്കിൽ ഒരു ഫ്ലവർ ബൊക്കെയൊക്കെ മേടിച്ച് അവരെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരുന്നു. പിന്നെ അങ്ങനെ നോക്കിയപ്പം അതാ പരിചയമുള്ള 2 മുഖങ്ങൾ. ഐ വാസ് സോ ഹാപ്പി. ഞാൻ പെട്ടെന്ന് പോയിട്ട് അവരെ വിളിച്ചു. അപ്പനും അമ്മയും അതുപോലെ തന്നെ ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ ബൊക്കെയൊക്കെ കൊടുത്ത് അവരെ സ്വീകരിച്ചു. പിന്നെ ഞങ്ങൾക്കൊരു 2 hour ബസ് ജേണി ഉണ്ടായിരുന്നു ഡബ്ലിനിൽ നിന്ന്. അങ്ങനെ അവരെ അവിടെ നിന്ന് റിസീവ് ചെയ്ത് നമ്മൾ നേരെ ബസ്സിലേക്ക് പോയി. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എയർപോർട്ടിൽ ഞാൻ അവരെ റിസീവ് ചെയ്യുന്നതായിട്ട്. എന്നിട്ട് നമ്മൾ നേരെ പിന്നെ ലഗേജൊക്കെ എടുത്ത് നേരെ ബസ്സിലേക്ക് അങ്ങ് പോകുമായിരുന്നു. ഏകദേശം 11 മണിയൊക്കെ രാത്രിയിൽ നമ്മൾ വന്നപ്പോൾ തന്നെ അങ്ങനെ നൈറ്റിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ഇലക്ഷൻ ദിവസമായിരുന്നേ, നെക്സ്റ്റ് ഡേ. പപ്പയും അമ്മയും രാവിലെ തന്നെ ന്യൂസൊക്കെ കേട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുമായിരുന്നു ഇലക്ഷൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വോട്ടെണ്ണലൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൻ ന്യൂസും കേട്ട് ഒരു ഭാഗത്തിരിപ്പായി. ഞാനും അമ്മയും പിന്നെ എണീറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. നാട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പൊട്ടിക്കാഞ്ഞിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പെട്ടി പൊട്ടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അമ്മ നാട്ടിൽ നിന്ന് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചു ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന് പറയുന്നൊരു പുസ്തകം. അതും കൊണ്ടുവന്നു. പിന്നെ എനിക്ക് കുറേ വനിത അങ്ങനെ കുറേ വായിക്കാനുള്ള സംഭവങ്ങളൊക്കെ അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നേ. പിന്നെ എനിക്ക് ചിപ്സ്, കായ വറുത്തത്, പിന്നെ നമ്മുടെ മാങ്ങാപ്പഴം, ചക്ക വറുത്തത്, അങ്ങനെ കുറേ ഐറ്റംസ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഞാനാണെങ്കിൽ ഈ ഒരു മാസം ഞാൻ ഇനി അങ്ങ് തിന്ന് മരിക്കണം എന്നുള്ളൊരു രീതിയിൽ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് ഭയങ്കരമായിട്ട് എല്ലാവരെയും കൊതിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കുമായിരുന്നേ. പിന്നെ നമ്മൾ കുറേ നേരം അതൊക്കെ എല്ലാം എടുത്ത് റെഡിയാക്കി സെറ്റാക്കി. എന്നിട്ട് പിന്നെ നമ്മൾ മാങ്ങ കണ്ടിച്ച് കഴിച്ചു. നമ്മുടെ നാട്ടിൽ നമ്മുടെ മുറ്റത്തുണ്ടായ മാവേലെ മാങ്ങയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കുറേ കാലമായിട്ടത് കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കത് കഴിക്കാൻ. നല്ലൊരു കൊതിയും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉള്ളൊരു അടിപൊളി മാങ്ങയാണ്. ആ മാവിൻ്റെ പേര് ഒട്ടുമാവെന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. പിന്നെ മമ്മിയാണെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയൊക്കെ മുറിച്ചു. അതൊക്കെ വേവിക്കാനുള്ള പരിപാടി ഞാൻ നോക്കുമായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ ഇരുന്ന് ചക്കയൊക്കെ പറക്കി എല്ലാം ഇടയ്ക്കിടയ്ക്ക് അറിയാതെ എൻ്റെ വായിലേക്കും പോകുന്നുണ്ടായിരുന്നു ചക്ക. കുറേ നാളായിട്ടല്ലേ പച്ചച്ചക്കയൊക്കെ കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചക്കയൊക്കെ കഴിച്ചുകൊണ്ട് 2 പേരും കൂടെ അതെല്ലാം നുള്ളി പറക്കി എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചക്കപ്പുഴുക്കും മീൻകറിയും കഴിക്കാനുള്ള പ്ലാനിലായിരുന്നേ. പിന്നെ മമ്മി എനിക്ക് നാട്ടിൽ നിന്ന് ചക്ക വറുത്തത് കൊണ്ടുവന്നതാണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ഞാൻ കഴിച്ച് തീർക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അതെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെച്ചു. അപ്പോഴത്തേക്ക് അമ്മ ബാക്കിയുള്ള ചക്കയെല്ലാം അരിഞ്ഞ് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നമ്മുടെ നാടൻ രുചിയിൽ മമ്മി നാട്ടിൽ നിന്ന് കാന്താരി മുളകൊക്കെ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ നാടൻ രുചിയിൽ നമ്മൾ ചക്കയൊക്കെ വേവിച്ചു. അതിനുശേഷം മമ്മി നാട്ടിൽ നിന്ന് ചക്കപ്പഴവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എല്ലാം സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറും ചക്കയും മീൻകറിയും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. അപ്പനും അമ്മയും വന്നപ്പം എൻ്റെ ലോകമേ ചേഞ്ചായി. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു, സിനിമയൊക്കെ കണ്ടുകൊണ്ട്. ഇപ്പം അവരുടെ കഥകളും നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ കേട്ടിട്ട് ഞാൻ ഫുഡ് കഴിച്ചത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മളെ തൊട്ട് വീട്ടിനടുത്ത് തന്നെ നടക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മൾ കടൽത്തീരമാണ് തൊട്ടടുത്ത്. എന്നാലും ജസ്റ്റ് ചെറിയ തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പം അമ്മേനും ജാക്കറ്റൊക്കെ ഇടിയിപ്പിച്ച് ഞാൻ ചെറുതായിട്ട് നമുക്കൊന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴേക്ക് നടക്കാൻ പോയി.
ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ വെയിൽ വരും, ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് തണുപ്പ്, പിന്നെ കാറ്റ്, ആകെ മൊത്തത്തിലൊരു ഭയങ്കര ഡൾ കാലാവസ്ഥയായിരുന്നു. അവർ വന്നതിൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ ഇത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേയ്സിലൊക്കെ സണ്ണി ഡേയ്സ് ഉണ്ടാവുമെന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്നു. പിന്നെ അപ്പം വൈകുന്നേരം കാപ്പിയൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങളെല്ലാവരും വൈകുന്നേരം ഇവിടുത്തെ ഓണറിൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് ഡിന്നർ. അപ്പോൾ അത്രയേ ഉള്ളൂ ഫസ്റ്റ് ദിവസത്തെ കഥകൾ. ബാക്കിയുള്ള കഥകൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.